നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം എബൌട്ട് ടു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തിനാണ് എബൌട്ട് ടു ഉപയോഗിക്കുന്നത്? അത് കുറേ പേര് കേട്ടു. ഒത്തിരി പേര് അത് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. ഇനിയും കേൾക്കാത്തവരുണ്ട് എങ്കിൽ അതൊന്ന് കേൾക്കണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് 2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഒന്ന് ഫ്ലുവൻ്റ് ആവാൻ എന്ന്. ടെൻസസ് ഒന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ വാക്കുകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് എബൌട്ട് ടു ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറയില്ലേ ഐ എം ടയേർഡ്, എപ്പോഴും നമ്മൾ പറയും ടയേർഡ് ടയേർഡ് എന്നും പറഞ്ഞല്ലേ. ഇനി മുതൽ അത് നമുക്ക് വേണ്ട. ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് എന്തെടുക്കാം? ഫെഡ് അപ്പ്. ഫെഡപ്പ് എന്ന് നമ്മൾ എപ്പോഴും പറയും, പക്ഷെ ഒന്ന് ഓർക്കണേ, നമ്മൾ ഈ ഫെഡപ്പ് എന്ന് പറയുന്നതിന് കൂടെ വിത്തും ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് വിത്ത് ഉപയോഗിക്കുന്നതെന്ന്. അതായത് വിത്ത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഫെഡപ്പ് കഴിഞ്ഞാൽ ഒരു പ്രിപ്പോസിഷൻ വേണം. അതായത് ഞാൻ ഒരു ക്ലാസ് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ വാക്കുകളോട് ഈ പ്രിപ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്. പറ്റുമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളതൊന്ന് കേൾക്കാം. കാരണം ഈ വാക്കിന് ഈ പ്രിപ്പോസിഷനെ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ ഫെഡപ്പ് എന്ന് പറയുന്നതിന് പ്രിപ്പോസിഷൻ ആയിട്ട് വിത്ത് മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അത് നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പോൾ ഫെഡപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വിത്ത്, ഫെഡ് അപ്പ് വിത്ത്. ഇനി നമ്മൾ ഫെഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മടുത്തു എന്നാണ് അർത്ഥം. ഞാൻ ടയേർഡ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ പറയുന്നത് ഒന്നാണ്, ഞാൻ മടുത്തു. അപ്പോൾ അതിന് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? സബ്ജക്റ്റ് വരും, ഈസ്, ആം, ആറ്, നിങ്ങൾക്കറിയാം. ഫെഡപ്പ് വിത്ത്, പിന്നെ എന്താണോ നൗണ് അത് കൊടുക്കുക. അതല്ലെങ്കിൽ മടുത്തായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് വരും, വാസ്, വേറെ വരും, ഫെഡപ്പ് കൊടുക്കും, ഫെഡപ്പ് വിത്ത് വരും, പിന്നെ നൗൺ. പക്ഷെ ഇനി ഫെഡപ്പ് വിത്ത് കഴിഞ്ഞിട്ട് വേർബാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ ആ വേർബ് എങ്ങനെ വരും? ING ഫോമിൽ വരും. എബൌട്ട് ടു ആണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ അവിടെ ആ വേർബ് എങ്ങനെ വരും? ഫസ്റ്റ് ഫോമിൽ വരും. ഫെഡപ്പ് വിത്ത് ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ വേർബ് എങ്ങനെ വരും? ING ഫോമിൽ വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. കാരണം നമുക്ക് അർത്ഥം മനസ്സിലായി. എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനൊരു കാര്യം തുടങ്ങാൻ പോവാണ്, ഈ നിമിഷം തുടങ്ങും. അപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണേ, അതിൻ്റെ കൂടെ ലിങ്ക് ഇപ്പൊ ഇവിടെ തരാം. ഇനി ഇപ്പൊ ഫെഡപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു കാര്യത്തോട് മടുത്തു. ഇപ്പൊ നമ്മൾ പറയും ഞാൻ ഈ ട്രാഫിക് മടുത്തു. ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ, ട്രാഫിക് ഞാൻ മടുത്തു. ഈ ജോലിയോട് മടുത്തു. രാവിലെ മുതൽ വീട് വൃത്തിയാക്കുന്ന പ്രവൃത്തിയോട് ഞാൻ മടുത്തു. ആ പ്രവൃത്തിയെ എനിക്കിഷ്ടമില്ല, ഞാൻ മടുത്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മടുത്തു. ഓർത്തു വെക്കുക. വേർബ് ആണെങ്കിൽ ഫെഡപ്പ് വിത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ING കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ നൗണ് വെച്ചിട്ട് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം അല്ലെ. ഈ ജോലി ഞാൻ മടുത്തു, എങ്ങനെ പറയും? ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് വർക്ക്. ഞാൻ ഈ ജോലി മടുത്തായിരുന്നു. I was fed up with this work. Clear? I was fed up with ചേർത്തു. I am fed up this work എന്ന് പറയരുത്, തെറ്റിപ്പോകും. അവിടെ നമ്മൾ വിത്ത് ചേർക്കണം. വിത്ത് ചേർത്തേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. I am fed up with this work. I was fed up with this work. ഞാൻ ഈ ജോലി മടുത്തു, ഞാൻ ഈ ജോലി മടുത്തായിരുന്നു. പിന്നെ നമ്മളൊന്ന് വേർബ് നോക്കുകയാണെ. ഈ കാത്തിരിപ്പ് ഞാൻ മടുത്തു. ഇപ്പൊ ഞാൻ ഇനി മാറ്റുകയാണെ, അവള് കാത്തിരിപ്പ് മടുത്തു. ആരെങ്കിലും ഒക്കെ കാത്തിരിക്കുകയായിരുന്നല്ലോ, കാത്തിരുന്ന് അവള് മടുത്തു. അപ്പൊ എങ്ങനെയാ പറയാ? മടുത്തു എന്നുള്ള വാക്കാണ് നമുക്ക് ഫെഡപ്പ് വിത്ത് അല്ലെ. എന്തിനോടാണ് മടുത്തത്? കാത്തിരിപ്പ്. കാത്തിരിപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ്. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നൗണിൽ നിർത്തത്തില്ല, വെയിറ്റിംഗ് ING കൊടുക്കണം. ഷീ ഈസ് ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ്. വെയിറ്റിംഗ്, കാത്തിരുന്ന മടുത്തു. ഷീ ഈസ് ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ്. ഷീ വാസ് ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ്. വെയിറ്റിംഗ് മടുത്തായിരുന്നു. കാത്തിരുന്ന ഞാൻ മടുത്തായിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ മടുത്തു എന്ന് പറയാനാണ് നമ്മൾ ഫെഡ് അപ്പ് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ബോസിനെയും കൊണ്ട് മടുത്തു നമ്മൾ പറയില്ലേ, സാറിനെയും കൊണ്ട് ഞാൻ മടുത്തു. നിങ്ങൾ എന്നെയും കൊണ്ട് മടുത്തെന്ന് പറയുന്നത് പോലെ ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെ പറയില്ലേ, മടുത്തു. രാവിലെ വരും ഫോണിനകത്തോണ്ട്, മടുത്തു. മൈ ചാനൽ എന്ന യൂട്യൂബിനെയും കൊണ്ട് ഞാൻ മടുത്തു. ദാറ്റ് ഈസ് ഫെഡ് അപ്പ് വിത്ത് മൈ ഇംഗ്ലീഷ്. അങ്ങനെയാണോ നിങ്ങൾ? ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഫെഡ് അപ്പ് വിത്ത്. അപ്പൊ ഞാനിങ്ങനെ പറയാണ്, എല്ലാ ദിവസവും പാചകം ചെയ്യുന്നതിൽ അവൾ മടുത്തു. എല്ലാ ദിവസവും കുക്കിംഗ് മടുത്തു. ഷീ ഈസ് ഫെഡ് അപ്പ്
with cooking every day. She was fed up with cooking every day. അവള് എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നത് മടുത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാൻ പോകുവാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഷീ ഈസ് ഫെഡ് അപ്പ് വിത്ത് കുക്കിംഗ് എവരി ഡേ. ഈ ട്രാഫിക് എനിക്ക് മടുത്തു. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ട്രാഫിക്. ഈ ട്രാഫിക് എനിക്ക് മടുത്തു. അവർ ഓൺലൈൻ ക്ലാസ് മടുത്തായിരുന്നു. ഓൺലൈൻ ക്ലാസ് അവര് മടുത്തായിരുന്നു. എങ്ങനെ പറയാം? They were fed up with online classes. ഇനി ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് അവർ മടുത്തായിരുന്നു. പറയൂ, നിങ്ങൾ പറയൂ. They were fed up with എടുക്കുന്നത് verb വേണം. Taking online classes. അവിടെ നമ്മൾ verb ആണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മടുത്തു എന്ന് പറയാൻ ഫെഡപ്പ് വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നൗൺ ആണെങ്കിൽ ആ നൗണ് അങ്ങനെ പറയുക. ഇനി വേർബ് ആണെങ്കിൽ അത് ING കൊടുക്കുക. മടുത്തു എന്ന് പറയാൻ ഈസാമാർ ഫെഡപ്പ് വിത്ത് എന്താണോ അത് പറയുക. മടുത്തായിരുന്നു എന്ന് പറയാൻ വാസ് വെയർ ഫെഡപ്പ് വിത്ത് ഉപയോഗിക്കുക. ഇനി ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുമോ? നീ ആ ജോലി മടുത്തായിരുന്നോ? നീ ബോസിനെയും കൊണ്ട് മടുത്തോ? നീ വൃത്തിയാക്കി മടുത്തോ? ഇങ്ങനെ നമുക്ക് എങ്ങനെ ചോദിക്കാം? എങ്ങനെയാ? ഒന്നുമില്ല. എന്നാ ഞാൻ പറഞ്ഞില്ലേ, ഈസാമാർ വാസ് വെയർ തന്നെയാണ്. അപ്പൊ അവരെ നമ്മൾ അബൌട്ട് ടു ഉപയോഗിച്ച പോലെ തന്നെ അവരെ നമ്മൾ ഈസാമാറിനെ അല്ലെ വാസ് വെയറിനെ ആദ്യം കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, ഫെഡപ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞ റൂൾ എല്ലാം അവിടെ അപ്ലൈ ചെയ്തു. ആർ യു ഫെഡപ്പ് വിത്ത് ദിസ് ജോബ്? ഈ ജോലി നീ മടുത്തോ? ആർ യു ഫെഡപ്പ് വിത്ത് ദിസ് ജോബ്? ഇപ്പൊ എന്റെ ഉത്തരം ഇങ്ങനെയാണോ? ഞാൻ മടുത്തില്ലായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമാണ്. നെഗറ്റീവ് സെന്റൻസ് ആണ് വന്നത്. മടുത്തില്ല. ഐ ആം നോട്ട് ഫെഡ് അപ്പ് വിത്ത് ഐ ആം നോട്ട് ഫെഡ് അപ്പ് വിത്ത് ദിസ് ജോബ്. ഈസ് ഷീ ഫെഡ് അപ്പ് വിത്ത് ക്ലീനിങ്? ക്ലീനിങ് അവൾ മടുത്തായിരുന്നോ? ക്ലീനിങ് അവൾ മടുത്തായിരുന്നു. അവൾ മടുത്തായിരുന്നില്ല കേട്ടോ. ഷീ മടുത്തായിരുന്നോ എന്നാണ് നമ്മൾ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താ? വാസ് ഷീ വേണം. മടുത്തോ എന്ന് ചോദിക്കാനാണ് ഈസ് ഷീ. ക്ലിയർ ആയോ? ഈസ് ഷീ ഫെഡ് അപ്പ് വിത്ത് ക്ലീനിങ്? ക്ലീനിങ് അവൾ മടുത്തോ? വാസ് ഷീ ഫെഡ് അപ്പ് വിത്ത് ക്ലീനിങ്? ക്ലീനിങ് അവൾ മടുത്തായിരുന്നോ? ഇനി ഫെഡപ്പ് ഞാനിപ്പോ കൂടുതലും കാണുന്ന, നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഐ എം ഫെഡ് അപ്പ്, ഞാൻ മടുത്തു. പക്ഷെ എന്തിനോടാണ് മടുത്തേ, എന്താണ് മടുത്തേ എന്നൊക്കെ പറയണമെങ്കിൽ ഈ വിത്ത് ചേർക്കണം. സിമ്പിളായിട്ട് ഞാൻ മടുത്തു കേട്ടോ, ഐ ആം ഫെഡ് അപ്പ്, ഇങ്ങനെ പറയാം. പക്ഷെ എന്തിനോട് മടുത്തു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഐ ആം ഫെഡ് വിത്ത് എന്ന വാക്ക് പ്രിപ്പോസിഷൻ നമ്മൾ അവിടെ ചേർക്കാൻ മറന്നു പോകരുത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എബൌട്ട് ടു പഠിച്ചു, ഇന്ന് നമ്മൾ ഫെഡ് അപ്പ് വിത്ത് പഠിച്ചു. അപ്പോൾ ഇന്ന് നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യേണ്ട ഒരു സെന്റൻസ് ഇതാ ഞാൻ തരാൻ പോവുകയാണ്, നിങ്ങൾ കേട്ടിരുന്നോളുക. ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോ ബസ് വന്നില്ല. ബസ്സിന് വേണ്ടി കാത്തിരുന്ന് ഞാൻ മടുത്തു. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വന്നു എന്ന് ഓർക്കണം. ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു, അപ്പൊ ബസ് വന്നില്ല. ബസ്സിന് വേണ്ടി കാത്തിരുന്ന് ഞാൻ മടുത്തു. പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ 2 ക്ലാസ്സുകളും ഉണ്ട്, പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു, ക്ലാസ് പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്പീക്കിംഗ് സെക്ഷൻ ഉണ്ട്, അത് നമ്മൾ പേഴ്സണലായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ നമ്പർ വന്നു കഴിഞ്ഞു, നിങ്ങൾക്കതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ വീഡിയോയിലും എൻ്റെ നമ്പർ തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ നമ്പർ തരാൻ മറന്നു പോയാലും പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് എൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.